അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 48ാമത്തെ ഒരു ഭാഗത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ 2ാം ഭാഗം, ആ മദീനൻ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ചില ഭാഗങ്ങളിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് എത്തിയ സന്ദർഭത്തിൽ ഏത് രൂപത്തിലായിരുന്നു അവർ സ്വീകരിച്ചത്, റസൂലുള്ളാഹിന്റെ പ്രഥമ സംഭാഷണങ്ങൾ, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ഭാഗത്ത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചതും ആ സന്ദർഭത്തിൽ തന്നെ മസ്ജിദ് നബവിയുടെ നിർമ്മാണം, അതെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹിന്റെ കൂടെ എത്തിയിട്ടുള്ള മറ്റുള്ള മുഹാജിറുകളായിട്ടുള്ള ആളുകളെ, മദീനൻ നിവാസികളായിട്ടുള്ള ആളുകൾ ഏതു രൂപത്തിലായിരുന്നു അവർ വരവേറ്റത്. മക്കയിൽ നിന്നെല്ലാം ത്യജിച്ച് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നെത്തിയ ആളുകളെ തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം നൽകിക്കൊണ്ട് സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സാണ് മദീനൻ നിവാസികൾ കാണിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അൽ അൻസ്വാർ, സഹായികൾ, ആ ഒരു അപരനാമത്തിൽ അവരെ വിശേഷിപ്പിക്കാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സാഹചര്യത്തെ മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആനിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 59ാമത്തെ അധ്യായം സൂറത്തുൽ ഹശ്ർ, പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. സൂറത്തുൽ ഹശ്ർ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് മദീനൻ കാലഘട്ടത്തിലുണ്ടായ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. മദീനയിലുണ്ടായിരുന്ന ചില ജൂതഗോത്രങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു 3 പ്രധാനപ്പെട്ട ജൂതഗോത്രങ്ങൾ, അതിൽ ബനൂ നദീർ ഗോത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് ആ സൂറത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം പിന്നീട് നമ്മൾ കടന്നു വരും. ആ സൂറത്തിന്റെ ആരംഭ ഭാഗത്ത് 8-9 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സ്വന്തം വീടും സമ്പത്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്നെത്തിയ ഫുഖറാഇൽ മുഹാജിരീൻ, മുഹാജിറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫക്കീർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത്. കാരണം ആ രൂപത്തിലായിരുന്നു അവരങ്ങോട്ട് കടന്നു ചെന്നത്. അപ്പൊ ഫക്കീറുകളായിട്ട്, ഫുഖറാ ആയിട്ട് അവിടെ എത്തിയ ആളുകളെ തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നൽകിക്കൊണ്ട് സ്വീകരിക്കാൻ അവർ കാണിച്ച വലിയ ത്യാഗസന്നദ്ധത, അവര് ആ രൂപത്തിലുള്ള ഒരു വലിയ ത്യാഗം ചെയ്തത് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലക്ഷ്യം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അടുത്ത ഭാഗം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന, അവർക്കത് ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുക വഴി അവർ പ്രതീക്ഷിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹം, അള്ളാഹിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ചെയ്തതാണ് ആ ഒരു ത്യാഗം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ വീണ്ടും വയൻസുറൂനല്ലാഹ വറസൂലഹു, അവര് അള്ളാഹുവിനെയും റസൂലിനെയും യൻസുറൂന, അവര് സഹായിച്ചു, അൻസാറുകൾ. അവസാനം ഉലായിക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധരായിട്ടുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിനടിയിൽ ഇമാം ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, മുഹാജിറുകളായിട്ടുള്ള ആളുകൾ എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി മദീന നിവാസികൾ അൻസാറുകളെ മുഴുവൻ വിളിച്ചുകൂട്ടിയതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഇഖ്വാനുക്കും ഖദ് തറക്കു അംവാല വൽ ഔലാ വഖറജു ഇലൈക്കും, നിങ്ങളുടെ ഈ സഹോദരങ്ങൾ അവരുടെ വീടും നാടും സമ്പത്തും കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര മാത്രമേ പറയേണ്ടി വന്നിട്ടുള്ളൂ. അത്ര പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണല്ലോ ഇപ്പോൾ അറബിയിൽ മനോഹരമായിട്ട് ചൊല്ല് പറയാറുണ്ട്, അൽ ആഖിലു തക്ഫീഹിൽ ഇഷാറ വൽ ജാഹിലു ലാ തക്ഫീഹിൽ റിസാല. അതായത് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഹിന്റ് അല്ലെങ്കിൽ ചെറിയൊരു സൂചന കിട്ടിയാൽ തന്നെ അവർക്ക് കാര്യം മനസ്സിലാകും. അതേ സന്ദർഭത്തിൽ ജാഹിലായിട്ടുള്ള അമക്കായിട്ട് വിഡ്ഢികളായിട്ടുള്ള ആളുകൾ, അവർക്കൊരു വലിയ പ്രഭാഷണം കേട്ടാൽ അല്ലെങ്കിൽ വലിയൊരു കത്ത് വായിച്ചാലും അവർക്ക് ആ പോയിന്റ് കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ റസൂലുള്ളാഹി അത്ര പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അൻസാറുകളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു, ഓ പ്രവാചകർ, അവരിങ്ങോട്ട് പറഞ്ഞു, ഓ പ്രവാചകരെ, അംബാലുന ബൈനന ഖതാഇ, ഓ പ്രവാചകരെ, ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിൻ്റെ എല്ലാം നേർപകുതി ഞങ്ങളുടെ സഹോദരങ്ങൾക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഇത്ര സിമ്പിളായിട്ടാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം അതിൻ്റെ പകുതി ഞങ്ങളുടെ സഹോദരങ്ങൾക്കുള്ളതാണ്. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുള്ള യബ്തഗൂന ഫളലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞു, അള്ളാഹിൻ്റെ അനുഗ്രഹവും പ്രീതിയും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അവർ ഈ രൂപത്തിലുള്ളൊരു ത്യാഗസന്നദ്ധത കാണിക്കുന്നത്. എത്രത്തോളം അവർ നൽകി, അതിൻ്റെ ഒരു ചെറിയ ചിത്രം ലഭിക്കാൻ സ്വഹീഹ് ബുഖാരി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളിൽ നിന്നും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അതിസമ്പന്നനായിരുന്നു അദ്ദേഹം മക്കയിൽ. പക്ഷേ ഹിജ്റയോടുകൂടെ അദ്ദേഹം ഫക്കീറായിട്ട് മാറാണ്. കാരണം എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം 0 ആയിട്ടാണ് മദീനയിലേക്ക് എത്തിയത്.
അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ താമസിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അദ്ദേഹത്തെ ബന്ധം ചേർത്തത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവുമായിട്ടാണ്. അതായത് ബന്ധം ചേർക്കുക മുആഖ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ 2ാം ഭാഗത്ത് കടന്നു വരും. പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക ഈ പോയിന്റ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അൻസാറുകളിൽപ്പെട്ട സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ സഹോദര, ഞാൻ അൻസാറുകളിൽപ്പെട്ട ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് ഫഖ്സിം ലക നിസ്ഫ മാലി, എൻ്റെ സമ്പത്തിൻ്റെ പകുതി താങ്കൾക്കുള്ളതാണ്. എനിക്ക് എത്ര സമ്പത്തുണ്ടോ അത് നമ്മൾ വീതം വെച്ച് അതിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകാൻ. സമ്പത്ത് മാത്രമല്ല, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിവാഹിതനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, സമ്പത്ത് മാത്രമല്ല, എനിക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള താങ്കൾക്ക് ഇഷ്ടമുള്ള ഭാര്യയെ അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീയെ ഞാൻ ത്വലാഖ് ചൊല്ലിയതിന് ശേഷം ഇദ്ദക്ക് ശേഷം അവളെയും നിങ്ങൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാം. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ബാറക്കല്ലാഹു അഹ്ലിക്കോ മാലിക്കോ, സഹോദര, നിങ്ങളുടെ സമ്പത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിയട്ടെ. ലാ ഹാജത ലി ഫീ ദാലിക്, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം സന്തോഷത്തോടു കൂടെ അതെല്ലാം നിരസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അതായത് ഒരാളുടെ ഈമാൻ തൻ്റെ കയ്യിലുള്ളതെല്ലാം നിസ്സാരമായിട്ട് സഹോദരന് നൽകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അതേ സന്ദർഭത്തിൽ മറുവശത്ത് മറ്റൊരാളുടെ ഈമാൻ അതൊന്നും സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ള. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും പറഞ്ഞു, മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്നവനാണ് വിശ്വാസി. കഴിയുന്നത്ര മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ശ്രമിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിരോധമില്ലെങ്കിൽ ഹൽ മിൻ സൂഖിൻ ഫീഹി തിജാറ, നിങ്ങൾക്ക് കഴിയെങ്കിൽ ഈ മദീനയിൽ എവിടെയാണ് സൂക്ക്, മാർക്കറ്റ് എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതി. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, സൂഖു കൈനുക്ക എന്നറിയപ്പെടുന്ന ജൂതന്മാർ അവിടെ ഉണ്ടാക്കി വെച്ചവർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവരുടെ ഒരു മാർക്കറ്റ്, ഒരു സൂക്ക് ഈ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുക്കാൻ. ആ മാർക്കറ്റ് മനസ്സിലാക്കിയ ഉടനെ തന്നെ പിറ്റേ ദിവസം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാൽക്കട്ടി, ചീസും അതേപോലെ തന്നെ നെയ്യെല്ലാം അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഒരല്പ പണം കൊണ്ട് അതെല്ലാം വാങ്ങിയിട്ട് അദ്ദേഹം ആ മാർക്കറ്റിലേക്ക് അദ്ദേഹം കച്ചവടത്തിന് പോവാണ്. അദ്ദേഹം കച്ചവടത്തിൽ അതിസാമർത്ഥ്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പം അന്നത്തെ ദിവസം അത് വിറ്റു, അതിൽ നിന്ന് ചെറിയൊരു ലാഭം കിട്ടി. പിറ്റേ ദിവസം വീണ്ടും സാധനങ്ങൾ വാങ്ങി അദ്ദേഹം വീണ്ടും കച്ചവടം ചെയ്ത് അങ്ങനെ ഒരു അല്പ കാലഘട്ടം കൊണ്ട് അദ്ദേഹം മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറാണ്. അപ്പം കച്ചവടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ സാമർത്ഥ്യം എത്രത്തോളം ആയിരിക്കും ചിന്തിച്ചു നോക്കുക. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച സഹായം. കാരണം അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പോൾ ആ ഒരു ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഒരല്പ കാലഘട്ടം കൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക രൂപത്തിലുള്ള വസ്ത്രമെല്ലാം കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, തസവ്വജ്ത യാ അബ്ദുറഹ്മാൻ, താങ്കൾ വിവാഹിതനായോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നഅം യാ റസൂലുള്ളാഹ്, ഞാൻ വിവാഹം കഴിച്ചു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. മറ്റൊരു കാര്യം സാന്ദർഭികമായിട്ട് ചിന്തിക്കേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പരാതിയും പറയാൻ പോകുന്നില്ല. നമുക്കറിയാം, പല സന്ദർഭത്തിലും ഏതെങ്കിലും ഒരാൾ അബദ്ധവശാൽ നമ്മളെ വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടി ബന്ധുവായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ മറന്നാൽ പോലും അതിൻ്റെ പേരിൽ ബന്ധം മുറിക്കുന്ന നിരവധി ആളുകളെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, വമൻ, ആരെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇംറഅത്തും മിനൽ അൻസാർ, അൻസാറിൽപ്പെട്ട ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു, എന്താണ് മഹർ നൽകിയത്? റസൂലുള്ളാഹി വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ഈത്തപ്പൻ കുരുവിൻ്റെ അത്ര സ്വർണ്ണം ആണ് ഞാൻ മഹറായിട്ട് നൽകിയത്. അതായത് അത്ര നൽകാൻ കഴിയുമാർ അദ്ദേഹം ഒരു അല്പ കാലഘട്ടം കൊണ്ട് ആ കച്ചവടത്തിലൂടെ അദ്ദേഹം സമ്പന്നനായിട്ട് മാറിയിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഔലിം വലോ ബിഷാത്ത്, അതായത് നിങ്ങൾ വിവാഹം കഴിച്ച് ഏതായാലും ഒരു ആടിനറുത്ത് നിങ്ങൾ വലീമ നിർബന്ധമായിട്ട് നൽകണം, വിവാഹ സദ്യ മറ്റുള്ള ആളുകൾക്ക് നൽകണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ആടിനറുത്ത് അവിടെയുള്ള ആളുകൾക്കെല്ലാം സദ്യ ഒരുക്കിയതായിട്ടെല്ലാം സ്വഹീൽ ബുഖാരിയിൽ വായിക്കാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് തൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഇതേ രൂപത്തിൽ മറ്റുള്ള സഹോദരന് വേണ്ടി ഓഫർ ചെയ്യാൻ അൻസാറുകൾ കാണിച്ച വലിയ മനസ്സാണ്. എത്രത്തോളം അവർ കാണിച്ചു എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരിക്കൽ അൻസാറുകളായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. എന്തെങ്കിലും പരാതി പറയാനല്ലോ, പ്രവാചകരെ
എങ്ങനെയാണ് ഇത്രയൊക്കെ നൽകുക? ഞങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? ആ രൂപത്തിലുള്ള പരാതി പറയാനായിരുന്നില്ല അവർ വന്നത്. അൻസാറുകൾ മുഴുവനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് അവർ പറഞ്ഞു. സ്വഹീൽ ബുഖാരിയിൽ ഈ ഒരു ഹദീസും വായിക്കാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻസാറുകൾ ഒന്നടങ്കം വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഖ്സിം ബൈനന വ ബൈന ഇഖ്വാനിന നഖീൽ. അതായത്, ഓ പ്രവാചകരെ, ഞങ്ങൾക്കിടയിൽ പാർപ്പിടവും അതേപോലെ തന്നെ ഞങ്ങളുടെ ഭക്ഷണം എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അത് മാത്രം പോരാ, ഞങ്ങളുടെ കൃഷിയിടങ്ങൾ, അതായത് ഞങ്ങളുടെ ഈത്തപ്പന തോട്ടങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിഭജിച്ച് നൽകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവരിങ്ങോട്ട് വന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. അതായത്, ഒരാൾക്ക് 100 ഈത്തപ്പന മരങ്ങളുണ്ടെങ്കിൽ അത് 50 എണ്ണം ഞങ്ങൾ മുഹാജിറുകളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതും കൂടെ ഞങ്ങൾക്ക് വീതിച്ച് നൽകുമെന്ന് അവരിങ്ങോട്ട് വന്ന് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടാണ്. സുബ്ഹാനല്ലാഹ്. കാരണം മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഈ കൃഷിയാണ്. മക്കക്കാർ ആടുമാടുകളാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായിട്ട് ഈത്തപ്പന മരങ്ങളും കൃഷിയിടങ്ങളാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം അതുകൂടെ വിഭജിച്ച് നൽകണമെന്ന് അവർ റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അത് വേണ്ടതില്ല. നിങ്ങളുടെ കൃഷിയിടവും അതേപോലെ തന്നെ ഈത്തപ്പന മരങ്ങളൊന്നും നിങ്ങൾ നൽകേണ്ടതില്ല. അതിന് പകരം നിങ്ങളുടെ കൃഷിയുടെ കാര്യങ്ങളെല്ലാം അവർ നിങ്ങളെ സഹായിക്കട്ടെ. അതായത് അവർ നിങ്ങളോടൊപ്പം അതിലെല്ലാം അധ്വാനിക്കട്ടെ. അവസാനം നിങ്ങൾ വർഷാവസാനം ആ ഫലം നിങ്ങൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ അത് നിങ്ങൾ വിറ്റ് അതിൻ്റെ ലാഭത്തിൽ നിന്നും ഒരു വിഹിതം നിങ്ങൾ മുഹാജിറുകളായിട്ടുള്ള ആളുകൾക്ക് നൽകുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾ കൃഷിയിടം നൽകേണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉപദേശിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ അവർ സമിഅനാ വഅത്വഅനാ, ഓ പ്രവാചകരെ, താങ്കൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുന്നു. ആ രൂപത്തിലാണ് അവർ മറുപടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹ്. ഇവിടെ മനോഹരമായിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗജന്യമായിട്ട് ആ കൃഷിയിടവും അതേപോലെ തന്നെ ഈത്തപ്പന മരങ്ങളെല്ലാം നൽകുന്നതിന് റസൂലുള്ളാഹി തടയാനുള്ള കാരണം? അതിലുള്ള യുക്തി എന്താണ്? മനോഹരമായിട്ട് ചില യുക്തികൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്, ഒന്നാമതായിട്ട് മുഹാജിറുകളായിട്ടുള്ള ആളുകൾ അവർ കർഷകരല്ല. അവരുടെ ഫീൽഡ് വ്യത്യാസമുണ്ട്. അവർ പ്രധാനമായിട്ട് അവർ കച്ചവടക്കാരാണ്. പക്ഷേ മദീനയിലുണ്ടായിരുന്ന അൻസാറുകൾ അവർ കർഷകരാണ്. അതായത് അവർ കൃഷിയിൽ അഗ്രഗണ്യരാണ്. അപ്പം കൃഷി അറിയാത്ത മുഹാജിറുകളായിട്ടുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് കൃഷിഭൂമിയും ഈത്തപ്പന മരമെല്ലാം നൽകിയാൽ അത് വേണ്ട രൂപത്തിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതായത് കൃഷി എന്നുള്ളത് പ്രത്യേകമായിട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അവർ ആ കാലഘട്ടത്തിൽ തന്നെ അവർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പരാഗണവും മറ്റുമെല്ലാം അവർ ചെയ്തിരുന്നു. അപ്പം അതെല്ലാം പഠിച്ചിട്ട് വേണം. അതൊന്നും അറിയാതെ ആ കൃഷിഭൂമി അവരുടെ കയ്യിൽ ലഭിച്ചാൽ അത് തീർച്ചയായിട്ടും ആ വർഷത്തെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അതായത് മദീനയുടെ ആ സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായിട്ടത് ബാധിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൃഷിഭൂമി അവർക്ക് നൽകേണ്ട, നിങ്ങളുടെ കൂടെ നിന്ന് അവർ നിങ്ങളുടെ കൂടെ നിന്ന് ആ കൃഷി പഠിച്ചെടുത്ത് നിങ്ങളോടൊപ്പം അധ്വാനിച്ച് അവസാനം അതിൽ നിന്ന് കിട്ടുന്ന ആ ലാഭത്തിന്റെ ഒരു വിഹിതം അവർക്ക് നൽകാൻ റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള അധ്യാപനങ്ങളാണ്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതുതായിട്ടുള്ളൊരു കാര്യം പഠിച്ചെടുക്കുന്നതിന്റെ പ്രാധാന്യം, അധ്വാനത്തിന്റെ പ്രാധാന്യം, നിരവധി പാഠങ്ങളാണ് അവരൊറ്റ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹ്. ഇതേ രൂപത്തിൽ തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഇതേ രൂപത്തിൽ നൽകാനുള്ള ഒരു സന്നദ്ധത, അതായിരുന്നു അൻസാറുകളുടെ മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി. സ്വന്തമില്ലെങ്കിലും അത് മറ്റുള്ള ആളുകൾക്ക് നൽകാനുള്ള ആ വലിയ മനസ്സ്, അത് ഓരോ വ്യക്തികളിലും ഓരോ അൻസാറുകളിലും പ്രതിഫലിച്ചിരുന്നു എന്നുള്ളത്. അത് സമൂഹത്തിലാകട്ടെ ഇനി ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും ആ ഒരു ക്വാളിറ്റി അവരിൽ കാണാൻ സാധിക്കും എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു സംഭവം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ, അതായത് മസ്ജിദ് നബവിയിൽ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് തന്റെ വിശപ്പിനെ സംബന്ധിച്ചുള്ള പരാതി പറയാണ്. ഓ പ്രവാചകരെ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. ആ പട്ടിണി പരാതി പറഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈപിടിച്ച് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ റസൂലുള്ളാഹി ഭാര്യയെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച സന്ദർഭത്തിൽ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല പ്രവാചകരെ, ഇവിടെ ആകെ ഒരല്പം വെള്ളം മാത്രമേ ഉള്ളൂ. ആ രൂപത്തിലായിരുന്നു അവരുടെ നേതാവിന്റെ വീട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ സ്വഹീഹ് ബുഖാരിയിൽ പറയപ്പെട്ടൊരു ഹദീസിൽ കാണാൻ സാധിക്കും, 3 മാസത്തോളം ഞങ്ങളുടെ അടുപ്പിൽ തീ പുകഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നുണ്ട്, 3 മാസം പിന്നെ എന്തായിരുന്നു നിങ്ങൾ ഭക്ഷിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് അൽ അസ്വദാൻ, അതായത് 2 കറുത്ത സാധനങ്ങൾ, അതായത് തമ്രു വൽ മാ, അതായത് ഈത്തപ്പഴവും
വെള്ളവും, അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. അതായത് വെള്ളം നമ്മളെപ്പോലെ തെളിഞ്ഞ വെള്ളം റസൂലുള്ള ജീവിതകാലത്ത് ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ആ രൂപത്തിൽ അവരുടെ വെള്ളം എന്നുള്ള കലക്കുള്ള വെള്ളമാണ്. ആ വെള്ളവും ഈത്തപ്പഴമായിരുന്നു 3 മാസത്തോളം ഞങ്ങൾ ഭക്ഷിച്ചത്. ആ രൂപത്തിലുള്ള പട്ടിണിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന സന്ദർഭത്തിൽ അവിടെ ഒന്നുമില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ള അദ്ദേഹത്തോട് നിങ്ങൾ പൊയ്ക്കോളൂ, ഞാനും കണ്ടില്ല, എൻ്റെ അവസ്ഥ ഈ രൂപത്തിലാണ്, ഞാനും പട്ടിണി. ആ രൂപത്തിൽ അദ്ദേഹത്തെ തിരിച്ചയക്കല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. റസൂലുള്ള വീണ്ടും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് തിരിച്ചു വന്ന് അവിടെ ഇരിക്കുന്ന സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇയാളെ ഇന്നത്തെ ദിവസം രാത്രി അതിഥിയായിട്ട് സ്വീകരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും സന്നദ്ധരാണോ? അതാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. ഉടനെ തന്നെ ആ കൂട്ടത്തിൽ നിന്നൊരു അൻസാരി സ്വഹാബി അദ്ദേഹം എഴുന്നേറ്റുന്നതുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ ഞാൻ ഏറ്റെടുക്കാം. സന്തോഷത്തോടു കൂടെ അതിഥിയെ അദ്ദേഹം സ്വീകരിക്കാൻ. അദ്ദേഹവും ദരിദ്രനാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് ഭക്ഷണം ഉള്ളത് കൊണ്ടല്ല, എന്താണോ ഉള്ളത് അത് നൽകാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധാവാണ്. കാരണം റസൂലുള്ളാഹിന്റെ അതിഥിയാണ്. ആ റസൂലുള്ളാഹിന്റെ ആ ഒരു പ്രാർത്ഥന, ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ആ അതിഥിയെ അദ്ദേഹം സ്വീകരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അതിഥിയായിട്ട് വീട്ടിലെത്തി ഭാര്യ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണുള്ളത്? ഭാര്യ പറയാണ്, എന്താ ഉള്ളത്? ആകെ വീട്ടില് മക്കൾക്ക് അവര് അന്തിപ്പട്ടിണി ആകാതിരിക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി വെച്ച ഒരല്പ ഭക്ഷണം മാത്രമാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മക്കളെ നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നീ മക്കളെ ഉറക്കുക, അവർക്കുള്ളത് രാവിലെ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. ഈ ഒരു സന്ദർഭത്തിൽ മക്കൾക്ക് വെച്ച ആ ഭക്ഷണം ഇവർക്ക് നമുക്ക് നൽകാം. കാരണം റസൂലുള്ളാഹിന്റെ അതിഥിയാണ്. അങ്ങനെ ഭാര്യയോട് അത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഭാര്യ ഒരിക്കലേ, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്, എൻ്റെ മക്കൾ പട്ടിണിയാവില്ലേ? ആ രൂപത്തിലല്ല ഭാര്യ പ്രതികരിക്കുന്നത്. ഭാര്യയും അതിന് സമ്മതിച്ച് അങ്ങനെ മക്കൾ അവർ ഉറക്കിയതിന് ശേഷം ആ അതിഥിയെ അവർ സൽക്കരിക്കാൻ വേണ്ടി അതിഥിക്ക് വേണ്ടിയുള്ള ഭക്ഷണം വിളമ്പി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഷ്ടിച്ച് ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമാണ് അവിടെ മേശയിലുള്ളത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഭാര്യ ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഭാര്യ അദ്ദേഹത്തെ ഭർത്താവിനെ മെല്ലെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അവരൊരു പദ്ധതി ഒപ്പിക്കാണ്. ആ പദ്ധതി ഭാര്യ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അയാളോടൊപ്പം ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന ഉടനെ തന്നെ അവരുടെ ആ വിളക്ക് കെട്ടുപോവാണ്. അതായത് ഭാര്യ പറഞ്ഞോ, വിളക്കിൽ എണ്ണ തീർന്നിട്ടുണ്ടല്ലോ എന്നല്ല, ആ രൂപത്തിലെല്ലാം പറഞ്ഞ് ആ ഭാര്യ വിളക്ക് ശരിയാക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. അവസാനം ഭാര്യ പറഞ്ഞു, വിളക്കിനെന്തോ കേടുണ്ടെന്നാണ് തോന്നുന്നത് പറഞ്ഞ് ആ വിളക്കണഞ്ഞു. ഇരുട്ടിലെ ഈ രണ്ടാളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, കാരണം കഴിക്കാൻ എന്തിനാണ് വെളിച്ചെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം കൂടെ ഇരുന്ന് കഴിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി അഭിനയിച്ച് ആ പാത്രത്തിലുണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണവും അയാളെ കൊണ്ട് തീറ്റിക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ ഭാര്യയുടെ ഈമാൻ അതുകൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അവസാനം അതായത് ഇതേ രൂപത്തിൽ അയാളെ കൊണ്ട് മുഴുവൻ തീറ്റിച്ച് അന്നത്തെ ദിവസം അദ്ദേഹത്തെ സൽക്കരിച്ച് പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ പള്ളിയിലേക്ക് വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയെ കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി പുഞ്ചിരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, കാരണം രാത്രി അവരാ ഇരുട്ടിൽ ചെയ്ത പ്രവൃത്തി ഇരുളും പകലും ഒരുപോലെ അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെല്ലാം സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ ആ പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം തൃപ്തിപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് അയാളെ പ്രശംസിച്ചു. ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഹശ്റിന്റെ 9-ാമത്തെ ആയത്ത് ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാൻ. അതായത് അയാളുടെ ആ ഒരു പ്രവൃത്തിയുടെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം അൻസാറുകളെ മുഴുവൻ പ്രകീർത്തിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ആ ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യായിട്ട് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീന തബവ്വഉദ് ദാറ വൽ ഈമാൻ, മുഹാജിറുകൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു വന്ന മുഹാജിറുകൾക്ക് വേണ്ടി ദാർ, അവരുടെ വാസസ്ഥലം, ദാർ എന്നുള്ളതുകൊണ്ട് വിപക്ഷ മദീനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ദാർ എന്ന് വിളിക്കുന്നത്. അതായത് അവർക്ക് വേണ്ടി അവർക്ക് താമസിക്കാനുള്ള ഇടവും അതേപോലെ തന്നെ വിശ്വാസവും എല്ലാം സൗകര്യപ്പെടുത്തി നൽകിയ അൻസാറുകളായിട്ടുള്ള ആളുകൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, സ്വന്തം നാട് വിട്ട് തങ്ങളിലേക്ക് വന്ന ആളുകളെ അവര് അങ്ങേയറ്റം സ്നേഹിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചോക്ക്. അതായത് ഈ രൂപത്തിലുള്ള ഒരു സ്നേഹം അത് വിശ്വാസത്തിന് മാത്രമേ നൽകാൻ കഴിയൂ എന്നുള്ള. കാരണം ഒന്നില്ലാതെ അവിടെ എത്തിയ ആളുകളെ എല്ലാം നൽകി സ്വീകരിക്കുക വഴി ഭൗതികമായിട്ട് അവർക്ക് യാതൊരു നേട്ടവും. അവരുടെ കയ്യിലുള്ളതെല്ലാം അത്രയും കാലം അവർ സമ്പാദിച്ചുണ്ടാക്കിയത് മുഴുവൻ അവർ നഷ്ടപ്പെടുത്തുകയാണ്. എന്നിട്ടും അവർ അത്രയേറെ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരെ സ്നേഹിക്കാനും സന്തോഷിക്കാനുള്ള കാരണം അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അതായത് നേരത്തെ പറഞ്ഞ ആയത്തിലും യബ്തഖൂന ഫളലൻ മിനല്ലാഹി വ റിദ്വാന, അതായത് മുഹാജിറുകൾക്ക് ഈ രൂപത്തിലുള്ള സേവനം ചെയ്യുക എന്നുള്ളത്
അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം, അതേപോലെ തന്നെ അള്ളാഹിന്റെ പ്രീതി പിടിച്ചു പറ്റാനുള്ള ഒരു കോണിപ്പടിയായിട്ട് മുഹാജിറുകൾക്കുള്ള സേവനത്തെ അൻസാറുകൾ മനസ്സിലാക്കാൻ, അത് വിശ്വാസം കൊണ്ട് മാത്രം ആ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സ്വന്തം കാര്യം, അതായത് സ്വന്തം പ്രയാസങ്ങളും പ്രതിസന്ധികളും ദാരിദ്ര്യവും എല്ലാം മറച്ചു വെച്ച് തങ്ങളെക്കാൾ മറ്റുള്ള ആളുകൾക്ക് അവർ പ്രാധാന്യം നൽകി. മുഹാജിറുകൾ, അൻസാറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രശംസയാണ്. അവർക്ക് തന്നെ ആവശ്യമുള്ള സന്ദർഭത്തിലും തങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിച്ച് മറ്റുള്ള ആളുകൾക്ക് നൽകാൻ അവർ മുൻഗണന കാണിച്ചു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൽ നമ്മൾ കണ്ടത്. സ്വന്തം പട്ടിണിയാണ്, വീട്ടിൽ മക്കൾക്ക് വെച്ച ആ ഭക്ഷണം അത് നിസ്സാരമായിട്ട് നൽകി അതിഥിയെ, സ്വന്തം പട്ടിണി മറച്ചു വെച്ച് അതിഥിയെ സ്വീകരിക്കാൻ അവർ കാണിച്ചത് അത് ഒരാളുടെ അൻസാറുകളുടെ ബ്രാൻഡ് സ്വഭാവമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രശംസിക്കുന്നത്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വലിയ ത്യാഗസന്നദ്ധതയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രശംസയാണ്. സുബ്ഹാനല്ലാഹ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനം എന്നുള്ളത് സ്വന്തം ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നൽകുന്ന ദാനം, അതാണ് അള്ളാഹിന്റെ കണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനം. അല്ലെങ്കിൽ സ്വന്തം പട്ടിണിയാകുന്ന സന്ദർഭത്തിൽ സ്വന്തം പട്ടിണി അവഗണിച്ചുകൊണ്ട് ഭക്ഷണം എടുത്തു കൊടുക്കാനുള്ള ആ സന്നദ്ധത, അത് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യമാണ് അവിടെയുള്ള അൻസാറുകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ മനസ്സിന്റെ ഉടമകളായിരുന്നു. ആ രൂപത്തിലുള്ള ഒരു സ്നേഹമാണ് അവർ മുഹാജിറുകളായിട്ടുള്ള ആളുകളോട് അവർ കാണിച്ചതെന്നുള്ളതാണ്. അൻസാറുകളുടെ ഈ രൂപത്തിലുള്ള ആ ഒരു ത്യാഗസന്നദ്ധത, അവരുടെ നന്മയിലുള്ള ഈ ഒരു താല്പര്യമെല്ലാം കണ്ട സന്ദർഭത്തിൽ സത്യത്തിൽ മുഹാജിറുകളായിട്ടുള്ള ആളുകൾ അവരങ്ങേയറ്റം ഭയപ്പെട്ടു എന്നുള്ള. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ, അപ്പം നമുക്കറിയാം മുഹാജിറുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പദവി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ ഈ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്തെല്ലാം മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. കാരണം അവർക്കായിരുന്നു ഏറ്റവും ശ്രേഷ്ഠ പദവി. പക്ഷെ അവർ ഭയപ്പെടാണ്. കാരണം ഈ രൂപത്തിൽ അൻസാറുകൾ ഈ രൂപത്തിൽ ചെയ്യുക വഴി നന്മയിൽ ഞങ്ങളെ എങ്ങാനും മറികടക്കോ, അതായിരുന്നു അവരുടെ ഭയം. അതിലൊരു ആശങ്ക അവർക്ക് വരികയാണ്. ആ ആശങ്ക ഒരു പരാതിയായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവർ ബോധിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നന്മയുടെ കാര്യത്തിൽ അവർക്കുള്ള പരസ്പരമുള്ള മത്സരം, ഫസ്തബിഖുൽ ഖൈറാത്ത് അല്ലെങ്കിൽ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നന്മയിൽ നിങ്ങൾ മത്സരിക്കുക, പോസിറ്റീവായിട്ടുള്ള മത്സരം. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. മുഹാജിറുകൾ ഒന്നടങ്കം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അവർ റസൂലുള്ളാഹിനോട് പരാതി പറയാൻ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഹദീസ് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, ഇതുപോലെയുള്ളൊരു ജനത അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ സഹകരിക്കുന്ന, ഇത്രയേറെ നൽകുന്ന അല്ലെങ്കിൽ ഇത്രയേറെ ഔദാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തെ, ഒരു ജനവിഭാഗത്തെ ഇന്ന് വരെ വല്ലാഹി ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയും വലിയ ഔദാര്യമാണ് അവർ ഞങ്ങളോട് കാണിക്കുന്നത്. ഞങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളെല്ലാം തീർത്തു തരാൻ വേണ്ടി അവർ ഓരോ ആളുകളും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നൽകിയ ആ സ്ഥാനം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ പ്രതിഫലമെല്ലാം ഈ വിഭാഗം തട്ടിയെടുത്ത് കൊണ്ടുപോവോ, അതാണ് അവരുടെ പരാതി. എത്ര മനോഹരമായിട്ടുള്ള പരാതിയാണ്. ചിന്തിച്ചോ. അതായത് അത് ഒരേ സന്ദർഭത്തിൽ അതൊരു പരാതിയാണോ ഒരു പുകഴ്ത്തലാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു പരാതിയുമായിട്ട് മുഹാജിറുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വരാൻ. അവർക്ക് വല്ലാത്ത ആശങ്ക. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ മാ അസ്നൈതും അലൈഹിം വദഅഉതുഹും അല്ലാഹു ലഹും. നിങ്ങളവരെ അതായത് ഈ രൂപത്തിലെല്ലാം അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങളുടെ പ്രതിഫലം അവർ തട്ടിയെടുത്തുകൊണ്ടുപോലും അവർ ചെയ്യുന്നതിന് അവർക്കുണ്ട്. നിങ്ങൾ ഈ രൂപത്തിലുള്ള ഒരു ത്യാഗം അവർ ചെയ്യുന്നത് കാരണം നിങ്ങൾ അവരെ പ്രശംസിക്കുക, അവർ ചെയ്യുന്ന ആ നന്മ നിങ്ങൾ എടുത്തു പറയുക. അതേപോലെ തന്നെ അതിന് പകരമായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിരന്തരം അള്ളാഹിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് റസൂലുള്ളാഹി അവർക്ക് നൽകിയ ഉപദേശം. തിരിച്ച് നിങ്ങൾ അവരെ പുകഴ്ത്തുക, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ രൂപത്തിലുള്ള നിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയത്. എത്ര മനോഹരമാണ്. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിൽ അത്രയേറെ ആ ഒരു ത്യാഗസന്നദ്ധ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, സ്വഹീഹ് ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അതായത് അൻസാറുകളെ സ്നേഹിക്കുക എന്നുള്ളത് അത് ഈമാന്റെ ഭാഗമാണ്. അൻസാറുകളെ വെറുക്കുന്നത് നിഫാഖാണെന്നെല്ലാം റസൂലുള്ളാഹി പറയാനുള്ള കാരണം അത് മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹിജ്റ ഇല്ലെങ്കിൽ ഞാനൊരു അൻസാർ, ലൗലൽ ഹിജ്റ ലകുൻതു ഇംറഅൻ മിൻ അൻസാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്രയേറെ റസൂലുള്ളാഹി അവരെ സ്നേഹിക്കാനുള്ള കാരണം അതാണ്. സ്വന്തം സുഖവും അതേപോലെ തന്നെ സ്വന്തം പ്രയാസങ്ങളെല്ലാം മറന്ന് മറ്റുള്ള ആളുകൾക്കെല്ലാം നൽകി
അവരെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത ആളുകൾ. അതുകൊണ്ടാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൻസ്വാറുകൾ, സഹായികൾ എന്നുള്ള ഒരു അപരനാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിക്കാനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ടൈറ്റിലാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ജനതയുടെ മാതൃക അത് ലോക ചരിത്രത്തിൽ എത്രത്തോളം പ്രസക്തമാണ്, ഇക്കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് അഭയാർത്ഥികളാണ്. ഇത്രയേറെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ട ഒരു സന്ദർഭം മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള, അതെല്ലാം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്തതാണ്. ചില ആളുകളുടെ സ്വകാര്യ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ആർത്തി കാരണം, അധികാര യുദ്ധക്കൊതിയുടെ അല്ലെങ്കിൽ ആയുധ കച്ചവട താല്പര്യത്തിന്റെയും വംശീയ ഉന്മൂലനത്തിന്റെ എല്ലാം ഉപോൽപ്പന്നങ്ങളായിട്ടാണ് ഇത്രയേറെ അഭയാർത്ഥികൾ ലോകത്ത് നിറയാനുള്ള കാരണം. അഭയാർത്ഥി പ്രതിസന്ധി, ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസിനെ ആധാരാക്കിക്കൊണ്ട് അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പ്രസിദ്ധമായിട്ടുള്ള ഹ്യൂമൻ ഫ്ലോ എന്നറിയപ്പെടുന്ന ഒരു ഡോക്യുമെന്ററി കണ്ടത് ഓർക്കുകയാണ്. അതിലവർ കണക്ക് സഹിതം അവർ കാണിക്കുന്നുണ്ട്. 2017 അഭയാർത്ഥികൾ 50% വർധനവ്, അതായത് 7 കോടിയോളം അഭയാർത്ഥികളാണ് സ്വന്തം നാടും വീടും ഐഡന്റിറ്റി എല്ലാം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതിലേക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ വേണ്ടി ചില രാജ്യങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ചില രാജ്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 66-ാമത്തെ വചനത്തിൽ, വലൗ അന്നാ കതബന അലൈഹിം അൻ യഖ്തുലു അൻഫുസകും അവ ഇഖ്രിജു മിൻ ദിയാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സ്വന്തം ജീവൻ നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവുക. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചേർത്ത് പറയുന്നതിലുള്ള ഇതിന്റെ ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭയാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചിത്രീകരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാടും വീടും നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. രണ്ടും അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം സ്വന്തം നാട്ടിൽ നിന്നും പുറന്തള്ളപ്പെടുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതിന് സമാനാണ്. അയാളുടെ ഐഡന്റിറ്റി, അയാളുടെ അസ്തിത്വമാണ് അതോടുകൂടെ നഷ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നിരവധി നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, പല രാജ്യത്തുള്ള അഭയാർത്ഥികൾ അവര് മറ്റുള്ള ഏതെങ്കിലും നാട്ടില് ഒരു മേൽവിലാസമില്ലാതെ, അഡ്രസ് ഇല്ലാതെ ജീവിക്കുന്നതിനേക്കാളെല്ലാം ഭേദം സ്വന്തം നാട്ടിൽ അഡ്രസ്സോടുകൂടെ ജീവിച്ച് മരണം പ്രതീക്ഷിച്ച്, അതായത് മിസൈലുകളും വെടിയുണ്ടകളും കാത്ത് അവര് അവിടെ താമസിക്കാനുള്ള കാരണം അതാണ്. കാരണം അത് അസ്തിത്വം നഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ, സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നതിന് സമാനമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടും ചേർത്ത് പറയാനുള്ള കാരണം. എത്രത്തോളം ഭീകരമാണ് ലോകത്തുള്ള ചിത്രങ്ങൾ. പല സന്ദർഭത്തിലും നമ്മുടെ എല്ലാം ലോക മനസ്സാക്ഷിയെ നെട്ടിച്ച നിരവധി ചിത്രങ്ങൾ. അലൻ കുർദിയുടെ ആ പിഞ്ചു ബാലൻ, സിറിയൻ ബാലൻ ആ കടൽ തീരത്ത് മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു ചിത്രം ഇന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ, അതായത് ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ കുറിക്കപ്പെട്ട വചനങ്ങൾ ഓർക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, കടലാണ് കരയേക്കാൾ ഉത്തമമെന്ന് ചിന്തിക്കുന്ന ഒരു മാതാവിന് മാത്രമേ സ്വന്തം മകനെ ഇതേ രൂപത്തിൽ ബോട്ടിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതായത് കരയേക്കാൾ സുരക്ഷിതം കടലാണെന്ന് മാതാക്കൾ ചിന്തിച്ചു പോകുന്ന അവസ്ഥ. അതായത് ഓരോ വർഷവും 10,000-കണക്കിന് ആളുകളാണ് കടലിൽ മാത്രം മരണപ്പെടുന്നതെന്ന് ആ ഡോക്യുമെന്ററി സൂചിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം ഭീകരമാണ് ലോകത്തുടനീളമുള്ള ചിത്രങ്ങൾ. നിരവധി രാജ്യങ്ങൾ അവർക്ക് മുമ്പിൽ അതിർത്തികൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു. അതേപോലെ തന്നെ വലിയ മതിലുകൾ സ്ഥാപിച്ചും അവരെ അഭയാർത്ഥികളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള സമീപനം ശക്താക്കി, എത്രത്തോളം എന്ന് വെച്ചാൽ മാതാവിനെയും പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വേർപ്പെടുത്തുന്ന രൂപത്തിലുള്ള ദുരന്തങ്ങൾ. അതേപോലെ തന്നെ ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ അവരെയെല്ലാം കഷ്ടപ്പെടുന്ന ചിത്രങ്ങളാണ് ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറിയയുടെയും റോഹിംഗ്യയുടെയും ഫലസ്തീൻ്റെ എല്ലാം നമ്മുടെ നാട്ടിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ, അതായത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ഈ അഭയാർത്ഥികൾ ഇത്രയും വലിയൊരു പ്രതിസന്ധിയായിട്ട് ലോകത്ത് മാറുന്ന സന്ദർഭത്തിൽ എൻ്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, 6-ാം നൂറ്റാണ്ടിൻ്റെ, അവരുടെ ഭാഷയിൽ 6-ാം നൂറ്റാണ്ടിൻ്റെ അപരിഷ്കൃത മതമെന്നെല്ലാം നിങ്ങൾ പരിഹസിക്കുന്ന ആ മതത്തിൽ അൻസാറുകളായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിന്റെ മുമ്പിൽ നൽകുന്ന ആ മാതൃക എത്രത്തോളം പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത്. സ്വന്തം താല്പര്യങ്ങൾ മറന്ന്, എല്ലാം മറന്ന് അഭയാർത്ഥികളായിട്ട് സ്വന്തം വീടും നാടെല്ലാം വിശ്വാസം സ്വീകരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ട് കടന്നു വന്ന ആളുകളെ എല്ലാം നൽകി സ്വീകരിച്ച അൻസാറുകളുടെ മാതൃക ലോക ചരിത്രത്തിൽ എത്രത്തോളം വലുതാണ്, എത്രത്തോളം പ്രസക്തമാണ്. അതാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവര് കാണിച്ച ആ വലിയ സന്നദ്ധതയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് അവർക്ക് തിരിച്ചു നൽകിയത്. അത് അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടാണ് ആ രൂപത്തിൽ അവർ ചെയ്തതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, മക്കി കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു, മക്കൻ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഇതേ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ അവരെ സ്വീകരിക്കാൻ കാണിച്ച ആ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിച്ച നജാഷിയുടെ ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അദ്ദേഹം ആ സന്ദർഭത്തിൽ മുസ്ലിമല്ല, എന്നിട്ടും അദ്ദേഹം അവരെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മലിക്കുൻ ആദിൽ, നീതിമാനായിട്ടുള്ള ഭരണാധികാരി എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രശംസ നൽകുന്നതായിട്ടെല്ലാം നമ്മൾ നേരത്തെ കണ്ടു. ഈ രൂപത്തിലായിരുന്നു അൻസാറുകളായിട്ടുള്ള ആളുകൾ അവരെ സ്വീകരിച്ചത്. അൻസാറുകളുടെ മാതൃക ഇന്നും അതേ രൂപത്തിൽ പ്രസക്താണ്. സുബ്ഹാനല്ലാഹ്. ഏത് രൂപത്തിലാണ് അൻസാറുകളായിട്ടുള്ള ആളുകൾ മുഹാജിറുകളെ സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ആ സ്വീകരിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ പരസ്പരം ഒരു സൗഹൃദ പ്രഖ്യാപനം കൂടെ റസൂലുള്ളാഹി നടത്തുകയാണ്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മുആഖ അല്ലെങ്കിൽ മുആഖാത്ത് ബൈനൽ മുഹാജിരീന വൽ അൻസാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മുആഖ, അഖു എന്ന് വെച്ചാൽ നമുക്കറിയാം ഭാഷയിൽ സഹോദരൻ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുഹാജിറിനെയും തെരഞ്ഞെടുത്ത് ഏകദേശം അദ്ദേഹത്തിന് ഇണങ്ങുന്ന രൂപത്തിലുള്ള ഒരു അൻസാറിനെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവരെ പരസ്പരം റസൂലുള്ളാഹി ബന്ധുവായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ബന്ധു എന്ന് വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും തുല്യമായിട്ട് പങ്കിടുന്ന ആ ഒരു വ്യവസ്ഥയിൽ തന്നെയാണ് റസൂലുള്ളാഹി അവരെ ബന്ധം ചേർത്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ തുടക്കത്തിൽ അനന്തര സ്വത്തിൽ പോലും ഓഹരി നൽകേണ്ട രൂപത്തിലായിരുന്നു ആ ബന്ധം ഉണ്ടായിരുന്നത്. അതായത് ഏതെങ്കിലും ഒരു അൻസാരി മരണപ്പെട്ടാൽ ആ ബന്ധം ചേർത്ത മുഹാജിറിനും അദ്ദേഹത്തിന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാകും എന്നുള്ള ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ചെയ്തു. പിന്നീട് അതിനൊരു പ്രത്യേകമായിട്ടൊരു യുക്തിയുണ്ട്. അതിനുശേഷം ഒരല്പം കഴിഞ്ഞപ്പോൾ ഏകദേശം 1.5 വർഷത്തിന് ശേഷം ബദർ യുദ്ധത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി ആ ഒരു നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല റദ്ദാക്കി എന്നുള്ള. ബദറുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ 75-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അത് ക്യാൻസൽ ചെയ്തു. 75-ാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വല്ലദീന ആമനു മിൻ ബഅദു വഹാജറു വജാഹദു മഅക്കും ഫഉലൈക മിൻകും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സത്യവിശ്വാസികളായിട്ട് സ്വദേശം വെടിഞ്ഞെത്തിയ ആളുകൾ, അതായത് മുഹാജിറുകളായിട്ടുള്ള ആളുകൾ, അവര് ഫഉലൈക മിൻകും, അവര് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളിൽ ഒരുവനാണ്. പക്ഷേ ഉലുൽ അർഹാമി ബഅ്ദുഹും ഔലാ ബിബഅ്ദിൻ ഫീ കിതാബില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് പക്ഷെ അദ്ദേഹം അവര് നിങ്ങളിൽ ഒരുവനാണ്, നിങ്ങളുടെ സഹോദരനാണ്, പക്ഷേ ആ സമ്പത്തിന്റെ കാര്യത്തിൽ ബന്ധമുള്ള ആളുകളാണ്, അവരാണ് മുന്നിട്ട് നിൽക്കുന്നത്, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സന്ദർഭത്തിൽ ആയത്തിറക്കിക്കൊണ്ട് അത് പിൻകാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1.5 വർഷത്തിന് ശേഷം അത് റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പന നൽകാതെ തന്നെ അവരെല്ലാം നൽകാൻ സന്നദ്ധരായി. നമുക്കറിയാം, നേരത്തെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും സഅദ് ബിൻ റബീഅയുടെയും സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എല്ലാം അവര് സന്തോഷത്തോടു കൂടെ അവർക്കുണ്ടായിരുന്നു നൽകാൻ അവർ സന്നദ്ധരായിരുന്നു. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാറുകളെയും പരസ്പരം ഇണചേർത്തു എന്നുള്ള. അതിനുവേണ്ടി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാണ്, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അതിനുവേണ്ടി എല്ലാ ആളുകളും ഒത്തുകൂടി എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്കായിരുന്നു വിളിച്ചത്. 2 രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മൊത്തം മുഹാജിറുകളെയും അൻസാറുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടി. അതിനുശേഷം ഓരോ മുഹാജിറിനും, അതായത് ഓരോ മുഹാജിറിന്റെയും സ്വഭാവ ഗുണങ്ങളും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എല്ലാം നേതാവായിട്ട് റസൂലുള്ളാഹിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് ഏകദേശം ഇണങ്ങുന്ന രൂപത്തിലുള്ള ഒരു അൻസാറിനെ റസൂലുള്ളാഹി തെരഞ്ഞെടുത്ത് അവരെ പരസ്പരം ബന്ധുവായിട്ട് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുകയാണ്. അത് റാൻഡായിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഓരോ ആളുകളെയും അറിയായിരുന്നു. അപ്പൊ ഏകദേശം അദ്ദേഹത്തിനെ പോലെ ചിന്തിക്കുന്ന, അദ്ദേഹത്തിന്റെ ആ പേഴ്സണാലിറ്റിയുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ യോജിക്കാവുന്ന ആളുകളെയാണ് റസൂലുള്ളാഹി പരസ്പരം തെരഞ്ഞെടുത്തത്. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നോക്കുക. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അതിസമ്പന്നനായിരുന്നു, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. പക്ഷേ അദ്ദേഹം ഹിജ്റയോടുകൂടെ ദരിദ്രനായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, അദ്ദേഹം അക്കാലഘട്ടത്ത് മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായിരുന്നു. ആ രൂപത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാ രൂപത്തിലും യോജിക്കാവുന്ന, അല്ലെങ്കിൽ ഒരേ രൂപത്തിൽ ചിന്തിക്കുന്ന, ഒരേ ഫീൽഡിലുള്ള ആളുകളെ റസൂലുള്ളാഹി അവിടെ ബന്ധം ചേർക്കുന്നത്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി അൻസാറുകളിൽ നിന്നും ഖാരിജ ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തെരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹം അൻസാറുകളിൽപ്പെട്ട ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം നല്ല ബിസിനസ്മാനാണ്, അതേപോലെ തന്നെ സമ്പന്നനായിരുന്നു. ആ ഒരു ക്വാളിറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെയും വീണ്ടും മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മക്കയിൽ നിന്നും ഇസ്ലാമിക പ്രബോധനമായിട്ട് ആദ്യമായിട്ട് റസൂലുള്ളാഹി മദീനയിലേക്ക് പറഞ്ഞയക്കപ്പെട്ട സ്വഹാബിയാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി ബന്ധു ചേർക്കാൻ വേണ്ടി അൻസാറുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് ഖാലിദ് ഇബ്നു സെയ്ദ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെയാണ്. മനോഹരമായിട്ടൊരു കാര്യം, അതായത് മക്കയിൽ നിന്നും ആദ്യമായിട്ട് മദീനയിലേക്ക് എത്തിയ വ്യക്തിയാണ് മിസ്അബ്. അബൂ അയ്യൂബുൽ അൻസാർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും ആദ്യമായിട്ട് റസൂലുള്ളാഹി മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് വീട് നൽകിയ വ്യക്തിയാണ് അബൂ അയ്യൂബുൽ അൻസാർ റളിയല്ലാഹു അൻഹു. ഏകദേശം അവര് രണ്ടാളുകളും ഒരേ രൂപത്തിലുള്ള സ്വഭാവക്കാരായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരാളാണ് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പിൻകാലഘട്ടത്ത് മുസ്ലിം സൈന്യാധിപൻ, ആർമി കമാൻഡറായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് അദ്ദേഹത്തെ നിയമിക്കുന്നുണ്ട്. ഖാദിസിയ യുദ്ധത്തിന്റെ ചരിത്രമെല്ലാം നമുക്കറിയാം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ആ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി തെരഞ്ഞെടുക്കുന്നത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഔസിൽ ബനുൽ അഷ്ഹൽ ഗോത്രത്തിന്റെ തലവനാണ്. പിൻകാല, അതായത് രണ്ടാളുകളെ ലീഡർഷിപ്പ്, ആ ക്വാളിറ്റി അത് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ത്വൽഹ ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ ഷാഇർ ആയിട്ടുള്ള ആ സ്വഹാബിയുമായിട്ട് റസൂലുള്ളാഹി ബന്ധം ചേർക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരാൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി ഇബ്നു സുമയ്യ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തെരഞ്ഞെടുക്കുന്നത് ഹുദൈഫ ഇബ്നു യമാൻ, അതായത് റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ സ്വഹാബിയുമായിട്ടാണ് റസൂലുള്ളാഹി ബന്ധം ചേർക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരാളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തെരഞ്ഞെടുക്കുന്നത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഈ രൂപത്തിൽ നിരവധി ആളുകളെ, ഏകദേശം 100ഓളം അൻസാറുകളെയും മുഹാജിറുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം ബന്ധം ചേർത്തു എന്നുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, റസൂലുള്ളാഹി ഇവിടെ സൗഹൃദ പ്രഖ്യാപനം നടത്തിയ ആളുകളെ പിന്നീടുള്ള ചരിത്രത്തിൽ പല സന്ദർഭത്തിലും അവരെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും എന്നുള്ള പല ആളുകളെയും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂദർദാ റളിയല്ലാഹു അൻഹുവും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവും അവർക്കിടയിലുള്ള സംഭവം. അതായത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി ഈ ബന്ധം ചേർത്ത ആളുകൾ പിന്നീട് അവർ മാനസികമായിട്ട് അങ്ങേയറ്റം വലിയൊരു സൗഹൃദ ബന്ധം, അല്ലെങ്കിൽ അത്രത്തോളം അവർ ഒരു സഹോദരങ്ങളെപ്പോലെ തന്നെയായിരുന്നു പിൻകാലഘട്ടത്തെ അവർ ജീവിച്ചതെന്നുള്ളതാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം സ്വഹീഹ് ബുഖാരി തന്നെ കാണാൻ സാധിക്കും, പ്രസിദ്ധമാണ്. പല സന്ദർഭത്തിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു. ഒരിക്കൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രത്യേക രൂപത്തിൽ വസ്ത്രം ധരിച്ച് മുടിയൊന്നും ചീകാത്തൊരവസ്ഥയിൽ അവിടെ കാണപ്പെട്ടു എന്നുള്ളതാണ്. ഉടനെ തന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഈ രൂപത്തിൽ നടക്കുന്നത്? അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ, അതായത് അബൂദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഭൗതിക കാര്യത്തിലൊന്നും ഒരു താല്പര്യമില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്? അതാണ് ഭാര്യ പറഞ്ഞ മറുപടി. പ്രത്യേകമായിട്ട് അടിവരയിടുക, ഇത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം. അതുമാത്രമല്ല, സൽമാൻ ഫാരിസി റളിയല്ലാഹു അങ്ങേയറ്റം വയോവൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഏതായിരുന്നാലും ഈ രൂപത്തിൽ കണ്ട സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. അദ്ദേഹം വീട്ടിലേക്ക് പ്രവേശിച്ചു, ഭാര്യ നല്ല ഭക്ഷണമെല്ലാം ഒരുക്കി, കൂടെ അബൂദർദാ റളിയല്ലാഹു അൻഹുവും ഭക്ഷണം കഴിക്കാനിരുന്നു. പക്ഷേ ഒരല്പം കഴിഞ്ഞപ്പോൾ, അതായത് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ച സന്ദർഭത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു ഭക്ഷണമൊന്നും കഴിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ കൂടെ കഴിക്കാത്തത്? അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നോമ്പാണ്. അപ്പം അദ്ദേഹം ദിനേന നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ നോമ്പ് മുറിപ്പിച്ചു. സുന്നത്ത് നോമ്പാണ്, അദ്ദേഹത്തെ നിർബന്ധിച്ച് ആ നോമ്പ് മുറിപ്പിച്ചു. എന്നിട്ട് കൂടെ ഭക്ഷണം കഴിപ്പിച്ചു. അതിനുശേഷം രാത്രിയായ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അവരൊരു മുറിയെല്ലാം ഒരുക്കി അദ്ദേഹം ആ റൂമിൽ അദ്ദേഹം ഉറങ്ങാൻ പോവാണ്. ആ സന്ദർഭത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറങ്ങാനുള്ള സൗകര്യം എല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കരിക്കാൻ പോവാണ്. അപ്പോൾ രാത്രിയിൽ ഉടനീളം അദ്ദേഹം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോയി കിടന്നുറങ്ങ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ശക്തമായിട്ട് ഭാര്യയോടൊപ്പം പോയി കിടന്നിറങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിച്ച് അദ്ദേഹത്തെ റൂമിലേക്ക് പറഞ്ഞേക്കുകയാണ്. നിനക്ക് അവളോട് ചില ബാധ്യതകളുണ്ട്, ഈ രൂപത്തിലല്ല പ്രവർത്തിക്കേണ്ടെന്നെല്ലാം പറഞ്ഞ് സൽമാൻ ഫാരിസി ആ നമസ്കരിക്കുന്നതിനെന്ന് അദ്ദേഹത്തെ വിലക്കി റൂമിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഉടനീളം അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിചിത്രമായിട്ട് തോന്നുകയാണ്, എന്താണ് ഇയാൾ ചെയ്യുന്നത്? നേരത്തെ നോമ്പ് മുറിപ്പിച്ച് ഈ സന്ദർഭത്തിൽ നമസ്കരിക്കാൻ അനുവദിക്കുന്നില്ല. ഏതായിരുന്നാലും പിറ്റേ ദിവസം അബൂദർദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി തലേ ദിവസം അവിടെ സംഭവിച്ചതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അത് പരാതിയായിട്ടല്ല, മറിച്ച് ഇതെല്ലാം ശരിയാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ
പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ, മനോഹരമായിട്ടുള്ള വാക്കുകൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്. സ്വദഖ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതാണ് സത്യം. കാരണം ഇന്നലി റബ്ബിക അലൈക ഹഖ്, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് ചില ബാധ്യതയുണ്ട്. പക്ഷേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ആ ബാധ്യത ഉണ്ടെന്ന്, ആ ബാധ്യത സൃഷ്ടികളോടുള്ള ബാധ്യത ലംഘിച്ചുകൊണ്ടല്ല സൃഷ്ടാവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടത്. ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, വലി നഫ്സിക അലൈക ഹഖ്, നിന്റെ ശരീരത്തോടും നിനക്ക് ചില ബാധ്യതകളുണ്ട്. എത്ര മനോഹരമാണ് കൽപ്പനകൾ. സുബ്ഹാനല്ലാഹ്. നിന്റെ ശരീരത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനത്തായിട്ട് നൽകപ്പെട്ട ആ ശരീരത്തോടും നിനക്ക് ചില ബാധ്യതകളുണ്ട്. ആ ശരീരത്തെ ദ്രോഹിച്ചുകൊണ്ടാകരുത് ഇബാദത്ത്. ഒരാള് ശരീരത്തിന്റെ ആരോഗ്യമെല്ലാം അവഗണിച്ച് ദിനേന നോമ്പനുഷ്ഠിക്കുന്നത് ഇസ്ലാമികമായിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. ആരോഗ്യത്തെ ഹനിക്കുന്ന രൂപത്തിലല്ല സൃഷ്ടാവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടത്. എത്ര ഉദാഹരണങ്ങളാണ്. കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൃഷ്ടാവിനോടുള്ള ബാധ്യത നമുക്ക് നന്നായിട്ട് നിർവഹിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിലും പള്ളിയിലൊരാൾ ഉറക്ക്, അതായത് അദ്ദേഹത്തിന് നല്ല ഉറക്കുണ്ട്, അദ്ദേഹം ആ ഉറക്കിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഒരു കയറെല്ലാം കെട്ടി രാത്രി നമസ്കരിക്കാൻ നിന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തോട് കോപിച്ച് ആ കയർ അറുത്തുമാറ്റി അദ്ദേഹത്തോട് പോയി കിടന്നിറങ്ങാൻ റസൂലുള്ളാഹി കൽപ്പിക്കുന്ന സംഭവമെല്ലാം സ്വഹീഹ് ബുഖാരി തന്നെ കാണാൻ സാധിക്കും എന്നുള്ള. അപ്പം ശരീരം എന്നുള്ളത് നമ്മുടെ അമാനത്താണ്. ആ ശരീരത്തോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് എന്നുള്ള. അടുത്ത കാലത്ത് പ്രസിദ്ധനായിട്ടൊരു വ്യക്തി അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു ഉപദേശം ഓർക്കുകയാണ്. അദ്ദേഹം മുസ്ലിം ഒന്നല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ മനോഹരമായിട്ടൊരു ഉപദേശം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ആരോഗ്യമാണ്. ആരോഗ്യം, രണ്ടാമതായിട്ട് അറിവ്, മൂന്നാമതായിട്ടാണ് സമ്പത്ത് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമാണ് മുഖ്യം. ആരോഗ്യമില്ലാതെ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ അറിവ് നമുക്ക് പ്രയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അറിവ് മറ്റുള്ള ആളുകൾക്ക് പങ്കുവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യം വേണ്ടതുണ്ട്. ആരോഗ്യമാണ് മുഖ്യമായിട്ട് കടന്നു വരിക. അതേപോലെ തന്നെ സമ്പത്ത് ഒരുപാടുണ്ട്, പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ ആ സമ്പത്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എത്ര ആളുകളാണ് നിരവധി കോടീശ്വരന്മാരാണ്, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിരവധി ആളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ആരോഗ്യം എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാകരുത് അള്ളാഹുവിനോടുള്ള ബാധ്യത അതുകൊണ്ടാണ് ഇസ്ലാമിലെ നിരവധി ഇളവുകളെല്ലാം, രോഗബാധിതരായിട്ടുള്ള ആളുകൾക്കെല്ലാം നിരവധി ഇളവുകളെല്ലാം നൽകാനുള്ള കാരണം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലി സൗജിക അല്ലെങ്കിൽ വലി അഹ്ലിക അലൈക ഹഖ്, നിന്റെ ബന്ധുക്കളോട്, നിന്റെ ഭാര്യയോടും നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം ലംഘിച്ചുകൊണ്ടാകരുത് സൃഷ്ടാവിനോടുള്ള ബാധ്യത നിറവേറ്റേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതായത് ഭാര്യയോടൊപ്പം കിടക്കാതെ രാത്രിയിലുടനീളം നമസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എത്ര വലിയ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരി തന്നെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹിക്ക് ഒരിക്കൽ രാത്രി നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുമതി ചോദിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കുക. അതായത് ആ രാത്രി ഭാര്യയോടൊപ്പം പങ്കിടേണ്ട ആ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാര്യക്ക് നൽകേണ്ട സമയത്തിൽ നിന്നൊരൽപ്പം റസൂലുള്ളാഹി എടുക്കുന്ന സന്ദർഭത്തിൽ ആ ഭാര്യയോട് അനുമതി ചോദിക്കുന്ന എത്ര വലിയ മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയെല്ലാം കാണിച്ചിരുന്നത്. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ, അതായത് ഈ ബന്ധം ചേർത്ത ആളുകളെ പിന്നീട് മുന്നോട്ടുള്ള ചരിത്രത്തിൽ പല സന്ദർഭത്തിലും അവരെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കാര്യം, മുഹാജിറുകളായിട്ടുള്ള ആളുകൾ, അവർക്ക് ദീനീ കാര്യത്തിലെല്ലാം അൻസാറുകളെക്കാൾ ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. കാരണം 10-13 വർഷം അവർ മക്കയിൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് അൻസാറുകളായിട്ടുള്ള ആളുകൾ ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് കൃഷിയും അതേപോലെ തന്നെ സമ്പത്തും ഭക്ഷണം എല്ലാം നൽകി അവരെ സഹായിച്ചു. പക്ഷേ ആഖിറത്തിന്റെ കാര്യത്തിൽ മുഹാജിറുകൾ തിരിച്ച് അവർക്കറിയാവുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങൾ അൻസാറുകളെ പഠിപ്പിച്ച് ആ രൂപത്തിൽ അവർ തിരിച്ചും സഹായിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതാണ് നേരത്തെ അബൂദർദ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുആഖ എന്നുള്ള ഈ ഒരു സൗഹൃദ പ്രഖ്യാപനം അത് മദീനൻ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ആ രൂപത്തിലാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രവൃത്തി പിന്നീട് തുടർന്നു പോകുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മക്ക വിജയത്തിന് ശേഷം അത് റസൂലുള്ളാഹിന്റെ വഫാത്ത് വരെ റസൂലുള്ളാഹി ഒരു പ്രക്രിയ തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിന് ഏറ്റവും നല്ല തെളിവാണ് ഞാൻ പറഞ്ഞ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെയും അബൂദർദ റളിയല്ലാഹു അൻഹുവിനെയും ബന്ധം ചേർത്തുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. കാരണം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനൻ കാലഘട്ടത്തിന്റെ തുടക്കത്തിലല്ല അവരിലേക്ക് വന്നു ചേരുന്നത്. തുടക്കത്തിൽ അദ്ദേഹം വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനാകുന്നത് ഖന്തഖ് യുദ്ധത്തിന് തൊട്ടു മുമ്പാണ്. അതുകൊണ്ടാണ് ബദറിലും ഉഹദിലൊന്നും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല.
ആ ഖന്തക്ക് യുദ്ധത്തിന്റെ തൊട്ടുമുമ്പാണ് അദ്ദേഹം സ്വതന്ത്രനായിട്ട് അവരോടൊപ്പം വന്നു ചേരുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി അവർക്കിടയിൽ ആ ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിലും അത് നിലനിന്നിരുന്നു. ഇനി അത് മാത്രമല്ല, വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹിജ്റ വർഷം 7 അതായത് ഖൈബർ യുദ്ധത്തിന് ശേഷമാണ് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബിസീനിയയിൽ നിന്ന് മടങ്ങി വരുന്നത്. ആ മടങ്ങി വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമായിട്ട് റസൂലുള്ളാഹി മുആഖ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ചു നോക്ക്, അതും മദീനയുടെ തുടക്കകാലത്തല്ല, ഹിജ്റ വർഷം 7 ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി ബന്ധം ചേർക്കുക. ഇനി അതിനു ശേഷം മക്ക വിജയത്തിന് ശേഷമാണ് മുആവിയ ഇബ്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് റസൂലുള്ളാഹി ഹത്താത്ത തൈമി റളിയല്ലാഹു അൻഹുമായിട്ട് റസൂലുള്ളാഹി മുആഖ ചേർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം മദീന കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ അത് ആരംഭിച്ച് പിൻകാലഘട്ടത്തിൽ ആ ഒരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിലനിർത്തി എന്നുള്ള സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ പരസ്പരം ബന്ധം ചേർത്തൽ ആ മുആഖ ചെയ്തതിലുള്ള മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ, അതാണ് ഈ ഒരു ഭാഗത്ത് അവസാനമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട്, ഇപ്പൊ മക്കയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പുതിയ ഒരു സമൂഹം, മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം രൂപപ്പെടാൻ പോവാൻ, ഒരു പുതിയ സമൂഹത്തിന്റെ പിറവിയിൽ അതേ രൂപത്തിലുള്ള ആ വ്യക്തികൾക്കിടയിലുള്ള ആ ബന്ധം ചേർക്കുന്നതിന്റെ പ്രാധാന്യം എത്രയാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, സമൂഹമാകുന്ന വലിയ കെട്ടിടത്തിന്റെ ഇഷ്ടികകളാണ് ആ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ. ആ വ്യക്തികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വ്യക്തികളെ ആദർശബന്ധമാകുന്ന ആ സിമന്റ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബന്ധിപ്പിക്കുകയാണ്. ആ ബന്ധം എന്നുള്ളത് അത് അങ്ങേയറ്റം ശക്തമാണ്. മറ്റുള്ള എല്ലാ ബന്ധത്തിനേക്കാൾ ശക്തമായിരിക്കും ആ ബോണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ മുഅ്മിനീങ്ങൾ പരസ്പരം ഇഖ്വ, നിങ്ങൾ സഹോദരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ സാഹോദര്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രയോഗതലത്തിൽ നമുക്ക് കാണിച്ചു തരാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പരിവർത്തനത്തിന്റെ ആഴം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്നലെ വരെ അവര് ആ ജാഹിലിയ ഗോത്ര അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും അതേപോലെ തന്നെ ദേശത്തിന്റെയും പേരിലെല്ലാമുള്ള അവരുടെ ആ ദുരഭിമാനങ്ങൾ അതെല്ലാം തച്ചുടച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ ആദർശത്തിന്റെ അല്ലെങ്കിൽ ധർമ്മനിഷ്ഠയുടെ പേരിൽ അവരെ മുഴുവൻ ഒരു മാലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതെല്ലാം മറന്ന് ഇസ്ലാമിന്റെ ആ ബാനറിൽ അവർ ഒരുമിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അനുഗ്രഹത്തെ അവരെ ഉണർത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 103-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഒന്നിച്ചു നിൽക്കുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങൾ സദാസമയവും അത് ഓർക്കുക. എന്തായിരുന്നു അനുഗ്രഹം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് കുൻതും അഅദാഅൻ, ഇത്രയും കാലം നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. നമുക്കറിയാം, അവര് ബുആസ് യുദ്ധം, വർഷങ്ങളോളം നീണ്ടു നിന്ന ആ ബുആസ് യുദ്ധം ഈ ഒരു സന്ദർഭത്തിൽ അവസാനിച്ചിട്ടുള്ളൂ. അവർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതാണ്, അവര് ഏതെങ്കിലും ഒരു ഗോത്രം അവരുടെ ഒട്ടകം മറ്റൊരു ഗോത്രക്കാരൻ അവരുടെ ഒട്ടകത്തെ മോഷ്ടിച്ചാൽ ഒരു ഒട്ടകത്തിന്റെ പേരിൽ നൂറുകണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, രക്തച്ചൊരിച്ചിലുകളെല്ലാം സർവ്വസാധാരണ ആയിരുന്ന ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഇവിടെ ഒട്ടകം മാത്രമല്ല, അവരെത്രയും കാലം അവരുണ്ടാക്കിയ സമ്പത്തും അവരുടെ വീട് വരെ നിസ്സാരമായിട്ട് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ ആ രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു മനസ്സ് വരുമാറ് അവർ പരിവർത്തിക്കപ്പെടുകയാണ്. അവരെ സ്വന്തം ബന്ധുവായിട്ട് സ്വീകരിക്കാൻ, എല്ലാം മറന്ന് സ്വന്തം ബന്ധുവായിട്ട് അവരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് വരാണ്. ആ രൂപത്തിലുള്ള ഒരു പരിവർത്തനം അവർക്ക് വരാനുള്ള കാരണം വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക, ഇത് കുൻതും അഅദാ, നിങ്ങൾ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തെ പരസ്പരം കൂട്ടിയിണക്കി എന്നുള്ളതാണ്. ആ രൂപത്തിൽ അവർക്ക് ഒരു പരിവർത്തനത്തിനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളെ പരസ്പരം കൂട്ടിയിണക്കി എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അള്ളാഹിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീർന്നു. അവിടെ ആ പദം കാണാൻ സാധിക്കും, ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായിട്ട് തീർന്നു എന്നുള്ള. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ അവരെ പരസ്പരം സഹോദരങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ രൂപത്തിൽ അവരെ ഒരുമിപ്പിച്ചതും ആ ത്യാഗസന്നദ്ധതയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ആ സ്നേഹമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലേക്ക് നൽകിയതാണ്.
അത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല, ആയത്ത് ജനറൽ ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എക്കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ആ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്ദേശതാണ്. അള്ളാഹിന്റെ പേരിൽ നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിങ്ങൾ എല്ലാം ത്യജിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിൽ അവർ മറ്റുള്ളതെല്ലാം മറന്ന് ആദർശത്തിന്റെ പേരിൽ അവർ ഒന്നിച്ച്, ആദർശത്തിന്റെ പേരിൽ അവർ ഒരുമിച്ച് അവർക്കുള്ളതെല്ലാം അവർ പങ്കുവെച്ച് ജീവിച്ചതുകൊണ്ടാണ് ഏറ്റവും നല്ല ഹൈറു ഉമ്മത്തായിട്ട് എക്കാലഘട്ടത്തേക്കും അവസാന നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു മാതൃകാ സമൂഹമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അവരെപ്പോലെ നിസ്വാർത്ഥരായിട്ടുള്ള ഒരു സമൂഹത്തെ അത് മുമ്പോ ശേഷമോ നമുക്ക് കാണാൻ കഴിയാത്ത വിധം അത്രയും വലിയൊരു സാഹോദര്യ ബന്ധം അല്ലെങ്കിൽ ഒരു മാതൃകയാണ് അവർ നമുക്ക് ലോകത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അവരുടെ ആ പരിവർത്തനത്തിന്റെ ആഴം എത്രത്തോളം എന്ന് വെച്ചാൽ, ചില യുദ്ധത്തിൽ, എർമൂക്ക് യുദ്ധത്തിലാണെന്ന് തോന്നുന്നു, ആ യുദ്ധത്തിൽ ഒരാൾ വെട്ടേറ്റ് അവിടെ കിടക്കുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട്, അതായത് യുദ്ധക്കളത്തിൽ അവസാനമായിട്ട് ഒരല്പം വെള്ളം അദ്ദേഹം ആവശ്യപ്പെട്ട് ആ വെള്ളവുമായിട്ട് മറ്റൊരാൾ ഓടി വന്ന ആ വെള്ളം തന്റെ വായിലേക്ക് വെച്ച സന്ദർഭത്തിലാണ് അപ്പുറത്തുനിന്ന് അതേ രൂപത്തിൽ മറ്റൊരു സഹോദരൻ വെള്ളത്തിനു വേണ്ടി ചോദിക്കുന്ന ആ ചോദ്യം അദ്ദേഹം കേൾക്കുകയാണ്. തന്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹം ആ ദാഹിച്ച് വരഞ്ഞ, അതായത് ഒരു തുള്ളി പോലും കുടിക്കാതെ അടുത്ത് കിടക്കുന്ന ആ സഹോദരൻ ആ വെള്ളം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കൽപ്പിക്കാൻ. അതായത് എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന എൻ്റെ സഹോദരൻ ദാഹിച്ച് വരഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയാണ് അത് കുടിക്കുക? കാരണം ആ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വാർത്തെടുത്തത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനെ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുസ്ലിം ആവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ആ ഹദീസെല്ലാം പ്രയോഗതലത്തിലേക്ക് അവർ കൊണ്ടുവന്ന സന്ദർഭത്തിൽ പിന്നീട് എങ്ങനെയാണ് ആ വെള്ളം അവർക്ക് കുടിക്കാൻ തോന്നുക? ഒരാൾ യുദ്ധക്കളത്തിൽ നിന്ന് അദ്ദേഹം വെള്ളം കുടിക്കാതെ അടുത്ത് കിടക്കുന്ന സഹോദരന് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അടുത്ത് കിടക്കുന്ന ആളിലേക്ക് ആ വെള്ളവുമായിട്ട് ഓടിയെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം അപ്പുറത്തുനിന്ന് മറ്റൊരാൾ ചോദിക്കുന്നത് കേൾക്കുന്നു. അദ്ദേഹം പറഞ്ഞു അയാൾക്ക് കൊടുക്കുക. ആ രൂപത്തിൽ ആ ഗ്ലാസ് കൈമാറി പോവാൻ. അങ്ങനെ 4 or 5 പേരിലേക്ക് കൈമാറി 5ാമത്തെ ആളുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അദ്ദേഹം മരണപ്പെട്ടെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അദ്ദേഹം തിരിച്ച് ഓരോ ആളുകളിലേക്ക് പോയ സന്ദർഭത്തിൽ ആ 4 ആളുകളും അവരെല്ലാം അവിടെ മരണപ്പെട്ട് കിടക്കുന്ന, ഷഹീദായിട്ട് കിടക്കുന്ന കാഴ്ച കാണാൻ. അതായത് ഒരാളും ആ വെള്ളം കുടിക്കാതെ ആ ഗ്ലാസ് കൈമാറിപ്പോകുന്ന ആ ഒരു കാഴ്ച, ആ രൂപത്തിലുള്ള ഒരു ജനതയായിട്ട് അവരെ മാറ്റിയെടുത്തത് റസൂലുള്ളാഹിന്റെ ഈ അധ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ സാഹോദര്യ ബന്ധം സൃഷ്ടിച്ചതല്ല. അതിലൂടെയെല്ലാമാണ് അവർ ഈ രൂപത്തിൽ പരിവർത്തിപ്പിക്കപ്പെട്ടത്. അത് ഇന്നത്തെ കാലത്തിന് നൽകുന്ന സന്ദേശം എത്രയാണ്. അപ്പം ഇന്നത്തെ ലോകം നമുക്കൊരു എല്ലാ അർത്ഥത്തിലും സെൽഫി അല്ലെങ്കിൽ ഈ സ്വാർത്ഥരായിട്ടുള്ള സെൽഫിഷ്നെസ് അത്രത്തോളം വ്യാപകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിന് അൻസാറുകൾ നൽകുന്ന മാതൃക എത്രയാണ്. സ്വന്തം തനിക്കുള്ളതെല്ലാം അതെല്ലാം തൻ്റെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ള ആളുകൾക്ക് നൽകാൻ കാണിച്ച അവരുടെ ആ സന്നദ്ധത ആധുനിക ലോകത്തിന് നൽകുന്ന പാഠം എത്രയാണ്. ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായിട്ടൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ എക്കാലഘട്ടത്തുള്ള ഭരണാധികാരികൾക്കും നേതാക്കൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മാതൃക അല്ലെങ്കിൽ പാഠം എത്ര വലുതാണ്. ചിന്തിച്ചു നോക്കുക. പ്രജകളോട് അല്ലെങ്കിൽ അണികളോട് നിങ്ങൾ ഒരുമിക്കുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നെല്ലാം വാക്കുകളിലൂടെ അല്ലെങ്കിൽ രചനകളിലൂടെ പറയുന്ന നിരവധി നേതാക്കന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം പറയല്ല, മറിച്ചത് പ്രവൃത്തിപഥത്തിലൂടെ പ്രാക്ടിക്കലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇപ്പം സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം തത്വങ്ങൾ മനോഹരമായിട്ട് രചന നടത്തിയ ആളുകൾ, മനോഹരമായിട്ട് പ്രഭാഷണം നടത്തിയ ആളുകളെല്ലാം പല സന്ദർഭത്തിലായിട്ട് നമ്മൾ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുക മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു നേതാവിനെ ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. സമകാലിക ലോകത്തിന് നൽകുന്ന പാഠം എത്രയാണ്. സ്വന്തം പ്രജകളെ നേതാക്കൾ തന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിലെല്ലാം തമ്മിലടിപ്പിച്ച് സ്വകാര്യ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തുള്ള നേതാക്കൾക്ക് 6ാം നൂറ്റാണ്ടിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന പാഠം എത്രയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ ഒരു പരിവർത്തനം എന്നുള്ളത് അത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല, മറിച്ച് ഘട്ടം ഘട്ടമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വാർത്തെടുക്കുകയായിരുന്നു. അതിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഒന്നായിരുന്നു അവർക്കിടയിൽ ആ പരസ്പര ആ മുആഖ ചേർത്തത്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കാര്യം അവസാനമായിട്ട്
കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞു. പള്ളി റസൂലുള്ളാഹി അവിടെ എത്തിയ ഉടനെ തന്നെ നിരവധി പള്ളികൾ സ്ഥാപിച്ചു എന്നുള്ള. അപ്പോൾ നമുക്കറിയാം പള്ളികളുടെ പ്രാധാന്യം കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു പോയിന്റായിട്ട് നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അള്ളാഹുമായിട്ട് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ എന്നുള്ളത്. സൃഷ്ടാവുമായിട്ടുള്ള ആ ബന്ധം അത് നമ്മൾ അത് ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ആ ബന്ധം ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ റസൂലുള്ളാഹി മദീനയിൽ സ്ഥാപിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ സാഹോദര്യ ബന്ധം, ആ മുആഖ അവർക്കിടയിൽ ചേർക്കുകയാണ്. അപ്പോൾ സൃഷ്ടാവിനോടുള്ള ബന്ധം, സൃഷ്ടികൾക്കിടയിലുള്ള ബന്ധം, അത് രണ്ടും മനോഹരമായിട്ട് റസൂലുള്ളാഹി അവിടെ നിർവഹിക്കുകയാണ്. അത് രണ്ടും ശരിയായി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തി ഒരുമയോടുകൂടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ആ സംഘം എത്ര ചെറുതാണെങ്കിലും അള്ളാഹിന്റെ സഹായം അവർക്ക് ഉണ്ടാകും എന്നുള്ളത്. അതാണ് നമ്മൾ തുടർന്ന് വരാനിരിക്കുന്ന ആ ബദറിന്റെ ചരിത്രത്തിൽ കാണാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, അവിടെ ക്വാണ്ടിറ്റി അല്ല മറിച്ച് ക്വാളിറ്റിയാണ് അവിടെ വിജയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിലെല്ലാം അൻസാറുകളായിട്ടുള്ള ആളുകൾ അവരെ സ്വീകരിച്ചു, അവിടെ പള്ളിയെല്ലാം നിർമ്മിച്ചു, ആ രൂപത്തിൽ സാഹോദര്യ ബന്ധം എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചു എന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും കാലം മക്കയിൽ മറ്റൊരു നാട്ടിൽ ജനിച്ചു വളർന്ന് അവിടെ ഇത്രയും കാലം ചെലവഴിച്ച മുഹാജിറുകൾക്ക് മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ ആ മദീന മറ്റുള്ള രൂപത്തിൽ, അതായത് അവരുടെ ആ ഭൂപ്രദേശം, അവരുടെ കാലാവസ്ഥയൊന്നും തുടക്കത്തിൽ അവരുടെ മനസ്സിന് ഇണങ്ങുന്നതായിരുന്നില്ല. അത്രയേറെ അവർ പ്രയാസപ്പെടേണ്ടി വന്നു എന്നുള്ള. മുഹാജിറുകൾക്ക് അങ്ങേയറ്റം പ്രയാസം തുടക്കത്തിൽ മദീന അനുഭവപ്പെട്ടു എന്നുള്ള. പിന്നീട് എങ്ങനെയാണ് ആ പ്രയാസങ്ങൾ അവർ അതിജയിച്ചത്, മദീനയുമായിട്ട് അവരെങ്ങനെയാണ് ഇണങ്ങിയത്, ആ ഒരു ചരിത്രമെല്ലാം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സീറയിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി നാളെ അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. നമുക്കറിയാം, ലോകം കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട ആ രൂപത്തിലുള്ള ഒരു പകർച്ചവ്യാധിയിൽ ലോകത്തുടനീളം നമ്മൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള അത്തരത്തിലുള്ള പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവരായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ ഒരു പ്രയാസത്തെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയെ അതിജയിക്കാനുള്ള കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നുള്ള നമ്മുടെ പ്രവൃത്തികളെല്ലാം സ്വീകരിച്ച് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.